സ്വിംഗ് ട്രേഡ് ചെയ്യാനായിട്ട് സ്ക്രീനേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് സ്റ്റോക്ക് കണ്ടുപിടിച്ചു. പക്ഷേ എല്ലാവരും ചോദിച്ചു, സ്ക്രീനർ ഉപയോഗിച്ച് ഈ സ്റ്റോക്ക് കണ്ടുപിടിച്ച് ഡയറക്റ്റ്ലി പോയി ബൈ ചെയ്യാമോ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ സ്റ്റോക്കുകൾ ബൈ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ട്രേഡിംഗ് വ്യൂവിൽ ഇതിൻ്റെ ചാർട്ട് അനാലിസിസ് ചെയ്യണം. ട്രേഡിംഗ് വ്യൂ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, ഞാൻ അതവിടെ പിൻ ചെയ്തേക്കാം. അത് പോയി കണ്ടിട്ട് തിരിച്ചു വന്ന് വീണ്ടും ഇത് കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് വ്യൂ എടുക്കാൻ എല്ലാവർക്കും അറിയാം. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ട്രേഡിംഗ് വ്യൂ എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഗൂഗിളിൽ പോവുക, ട്രേഡിംഗ് വ്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഓപ്പൺ ആക്കുക. ദെൻ ഈ ഒരു 3 ലൈൻസ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രൊഡക്ട്സിൽ സൂപ്പർ ചാർട്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ആയി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ അനാലിസിസ് ചെയ്തതിൽ അല്ലെങ്കിൽ നമ്മൾ സ്ക്രീൻ ചെയ്തതിൽ നമ്മൾ സെലക്ട് ചെയ്ത ഏറ്റവും നല്ല സ്റ്റോക്കാണ് വരുൺ ബിവറേജസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക്. അതുപോലെ തന്നെ ഞാൻ ഇന്നിവിടെ അനാലിസിസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വരുൺ ബിവറേജസ്, P&G ഹൈജീൻ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ സ്റ്റോക്ക്, പിന്നെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ബജാജ് ഫിനാൻസ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഈ 3 സ്റ്റോക്കാണ് നമ്മൾ ചാർട്ട് അനാലിസിസ് ചെയ്തിട്ട് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയും ഒരു സ്റ്റോക്ക് നമുക്കിന്ന് ബൈ ചെയ്യുകയും ചെയ്യാം. അതിനു മുമ്പ് നമുക്കൊന്നും കൂടി സ്ക്രീനറിൽ വരുൺ ബിവറേജസിൻ്റെ ഫണ്ടമെൻ്റൽസ് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് സ്ക്രീനർ എടുത്തു. ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, സ്ക്രീൻസിലൊന്നും പോകേണ്ട. സെർച്ച് ഫോർ കമ്പനി വരുൺ ബിവറേജസ് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ആൻഡ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പൊക്കെ നമ്മൾ നോക്കിയതാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റോക്കാണ്. ഇവിടെ എബൌട്ട് എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. അതായത് വരുൺ ബിവറേജസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്. ഇത് പെപ്സിക്കോ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആൻഡ് ഇതിൻ്റെ മെയിൻ പ്രൊഡക്റ്റ് പെപ്സിക്കോ, 7up, മിറിൻഡ, ഇതൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. നമുക്കറിയാം, എവിടെ ചെന്നാലും ഇതിൻ്റെയൊക്കെ കുപ്പികൾ ഇങ്ങനെ നിരന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കമ്പനിയാണ്. ഇനി ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സെഷനും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് കണ്ടോ? അസാമാന്യമായ സെയിൽസ് ഗ്രോത്ത് ആണ് ഇതിനുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2021 എല്ലാം കോടിയിലാട്ടോ, 8,823 കോടി സെയിൽസ് ഉണ്ടായിരുന്നത് ഡിസംബർ 2023 ആയപ്പോഴേക്കും 16,000 കോടിയിലേക്ക്, അതായത് ഡബിൾ ആവാനായിട്ട് 2 years കൊണ്ട് അതിൻ്റെ സെയിൽസ് ഗ്രോത്ത് കൂടി. അപ്പോൾ ഇവരുടെ മാർജിൻ സെയിം ആണ്, അതായത് ഇങ്ങനെയുള്ള കമ്പനികളുടെ മാർജിൻ സെയിം ആണ്. പിന്നെ അവർ ചെയ്യേണ്ടത് എന്താണ്? സെയിൽസ് കൂട്ടുക എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ഇതൊരു സൈക്ലിക്കൽ കമ്പനിയല്ല, അതായത് ഇന്ത്യൻ എക്കണോമിക് സൈക്കിളിനെ റിലേറ്റ് ചെയ്ത് മൂവ് ചെയ്യുന്ന ഒരു കമ്പനിയല്ല വരുൺ ബിവറേജസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മാർജിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഇവരുടെ സെയിൽസ് ഇവർക്ക് ഇൻക്രീസ് ചെയ്താൽ മതി. ഓക്കെ, സൈക്ലിക്കൽ കമ്പനികൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസിൽ പറയുന്നതായിരിക്കും. അപ്പോൾ വരുൺ ബിവറേജസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കമ്പനിയാണ്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്തത് P&G ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അത് നമ്മൾ ഇന്നലെ നോക്കിയതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ട്രേഡിംഗ് വ്യൂവിൽ നേരെ പോയി ഇവിടെ വാച്ച് ലിസ്റ്റിൽ നമുക്ക് വരുൺ ബിവറേജസ് ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഓൾറെഡി വരുൺ ബിവറേജസിൻ്റെ ചാർട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. സോ എൻ്റെ ഓൾറെഡി ആഡഡ് ആണ് വരുൺ ബിവറേജസ്. നമ്മൾ വാച്ചസിലേക്ക് ആഡ് ചെയ്തു. VBLൻ്റെ ചാർട്ട് എടുത്തു. ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, യെസ്, ഇതാണ് VBLൻ്റെ ചാർട്ട്. ഈ ക്യാൻഡിലൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അറിയില്ലെങ്കിൽ ഞാൻ ക്യാൻഡിൽസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും ചെന്ന് നോക്കാം. ഒരുപാട് കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ വരുൺ ബിവറേജസിൻ്റെ ചാർട്ട് എടുത്തിട്ട് നമുക്ക് തൽക്കാലം ഇതിൻ്റെ ഇയർലി പെർഫോമൻസ്, അതായത് വർഷത്തിൽ ഇതെങ്ങനെയാണ് ഓരോ വർഷം പെർഫോം ചെയ്തതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ടൈം ഫ്രെയിം കണ്ട്, ഇവിടെ ഒരുപാട് ടൈം ഫ്രെയിംസ് ഉണ്ട്. 1 year എന്ന് പറഞ്ഞ ടൈം ഫ്രെയിം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പകരം എന്താണുള്ളത്? 12 months എന്ന് പറയുമ്പോൾ 1 year ആണ്. ഓക്കെ, ഇത് സ്റ്റാർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ ഇത് കാണാൻ പറ്റും. ഫോണിലും സെയിം തന്നെയാണ്, ഫോണിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫോണിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 12 months എന്നുള്ള ടൈം ഫ്രെയിം ഞാൻ ഇട്ടു. വരുൺ ബിവറേജസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാ ക്യാൻഡിലും ഗ്രീനാണ്, അതായത് എല്ലാ വർഷവും ഇത് പോസിറ്റീവായിട്ടാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലിസ്റ്റ് ചെയ്തിരിക്കുന്നതും 2016 എല്ലാ വർഷം കണ്ടോ പച്ച ക്യാൻഡിൽ തന്നെയാണ്. ഗ്രീൻ ക്യാൻഡിൽ നിങ്ങൾക്കറിയാം പോസിറ്റീവാണ്, പ്രൈസ് മുകളിലോട്ടാണ് പോകുന്നത്. ആൻഡ് ഈ ഒരു ലെവലിൽ വന്ന് വരുൺ ബിവറേജസ് നിൽക്കുകയാണ്. എല്ലാ സ്റ്റോക്കും ഇങ്ങനെ തന്നെ നോക്കാം. അതായത് ഇപ്പോൾ ഒരു സ്റ്റോക്ക് മാത്രമല്ല, നമുക്ക് അറ്റ് എ ടൈം എത്ര സ്റ്റോക്ക് വേണമെങ്കിലും കാണാൻ പറ്റും. ലാപ്ടോപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ സിസ്റ്റം ആണെങ്കിൽ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബാറിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു സൈറ്റ് കൊടുത്താൽ മതി. എല്ലാവർക്കും അറിയാവുന്നതാണ്, കുറേ പേർക്കൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. കാരണം സിസ്റ്റം ഒന്നും അധികം യൂസ് ചെയ്യാത്ത ആളുകൾക്ക്. എന്നിട്ട് നമ്മൾ രണ്ടാമത് പറഞ്ഞ കമ്പനി ഏതാണ്? P&G ഹൈജീൻ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതും വാച്ച് ലിസ്റ്റിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, P&G ഹൈജീൻ ആൻഡ് ഹെൽത്ത് കെയർ ഞാൻ ഓൾറെഡി ആഡഡ് ആണ്. ഓക്കെ, അപ്പോൾ വരുൺ ബിവറേജസ് ആൻഡ് P&G ഹൈജീൻ എന്ന് പറഞ്ഞ സ്റ്റോക്ക് എല്ലാം 12 months തന്നെയായിട്ട് ഞാൻ ഇടുന്നത്, കാരണം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ നമ്മുടെ സ്റ്റോക്ക് വരുന്നത് ബജാജ് ഫിനാൻസ് ആണ്. ബജാജ് ഫിനാൻസിന് ഓൾറെഡി ആഡഡ് ആണ്. അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആഡ് ചെയ്യുക. അതിൻ്റെ 12 months ചാർട്ട് ഞാനിവിടെ കൊടുത്തു. ഇനി നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഞാൻ ഒരുപാട് ലൈൻസ് വരച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ആ ലൈൻസൊക്കെ എന്താണ്? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകളാണ്. അപ്പോൾ അതൊക്കെ വരയ്ക്കാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുകയാണ്. ഇത്തിരിയെങ്കിലുമൊക്കെ അറിയണം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, കാരണം ഇത്തിരിയെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് അറിയാവുന്നവർക്കാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് അറിയില്ല എന്ന് വെച്ച് പേടിക്കേണ്ട. എൻ്റെ ഓൾറെഡി കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? വരുൺ ബിവറേജസ് ലിമിറ്റഡ്,
P&G ഹൈജീൻ ആൻഡ് ഹെൽത്ത് കെയർ, ബജാജ് ഫിനാൻസ്. ഈ 3 സ്റ്റോക്കുകളാണ് നമ്മൾ ഇവിടെ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി അനാലിസിസിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ സ്റ്റോക്കുകൾ സോർട്ട് ചെയ്ത് എങ്ങനെയാണ് ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്ക്രീനർ ഉപയോഗിച്ചിട്ടാണ് VBLും PGH നമ്മൾ എടുത്തത്. ബജാജ് ഫിനാൻസ് ഓൾറെഡി ഒരു ഇയർലി ബ്രേക്കൗട്ടിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ബജാജ് ഫിനാൻസ് പ്രത്യേകിച്ച് സോർട്ട് ചെയ്തതല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോക്ക് തന്നെയാണ് ബജാജ് ഫിനാൻസ്. അപ്പോൾ ഈ 3 എടുത്ത് ഇതിൻ്റെ ഇയർലി ചാർട്ടാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. VBL നമുക്കൊന്ന് നോക്കാം. VBL നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലോട്ട് തന്നെ പോയി, അത്യാവശ്യം നല്ല രീതിയിലല്ല, എല്ലാ വർഷവും മുകളിലോട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. സോ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് വരുൺ ബിവറേജസ്. P&G ഹെൽത്ത് കെയറിൻ്റെ ഇയർലി ചാർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലോട്ട് തന്നെ പോയി. പക്ഷേ 23-24 ആ ഒരു ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുന്നത്. സോ ബ്രേക്കൗട്ടിന് വേണ്ടി നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ബജാജ് ഫിനാൻസ് നിങ്ങൾ നോക്കിക്കേ, ബജാജ് ഫിനാൻസ് അത്യാവശ്യം മുകളിലോട്ട് പോയിട്ട് ഈ ഒരു 20, 21, 22, 23, 24. ബട്ട് ബജാജ് ഫിനാൻസിൻ്റെ ചാർട്ട് നോക്കിക്കേ, അത്യാവശ്യം മുകളിലോട്ട് പോയിട്ട് കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ഈ ഒരു ലെവലിൽ ഇത് കൺസോൾഡേറ്റ് ചെയ്യുക ആണ് എന്നുള്ളതാണ്. അത് വളരെ നല്ലൊരു സൈനാണ്. അതായത് 4 വർഷമായിട്ട് ആ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ആ ലെവൽ ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൂവ്മെൻറ്റ് ബജാജ് ഫിനാൻസ് തരാൻ ഇരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വീണ്ടും നമുക്ക് VBLിലേക്ക് തന്നെ തിരിച്ചു പോവാം. VBL നമ്മൾ ഏകദേശം ഇയർലി ചാർട്ട് ഇട്ടു. ഇയർലി ചാർട്ട് ഇട്ടെങ്കിൽ നമുക്ക് എൻട്രി ഒന്നും കിട്ടില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മളൊരു മന്ത്ലി ചാർട്ട് കൂടി ഒന്ന് നോക്കുക. മന്ത്ലി ചാർട്ട് നോക്കുമ്പോഴും ആ ഒരു ലെവലിൽ തന്നെ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഹൈയിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. മന്ത്ലി ചാർട്ട് എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഹൈയിലൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. സോ അതാണ് വരുൺ ബിവറേജസിൻ്റെ മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഡെയിലി ചാർട്ടും കൂടി ഇടാണ്. എല്ലാ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. സോ ഇയർലി നോക്കി, മന്ത്ലി നോക്കി ആൻഡ് ഡെയിലിയാണ് നമ്മളിനി നോക്കേണ്ടത്. ഡെയിലി നോക്കുമ്പോൾ ആ ഒരു ലെവൽ തന്നെയാണ് മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത്. ഇനി എന്താണ്, എപ്പോഴാണ് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്? ഇപ്പോൾ ഡെയിലി ഇടുമ്പോൾ നമ്മുടെ മേജർ റെസിസ്റ്റൻസ് ഇതാണ്. ആൻഡ് ഇവിടെ മാർക്കറ്റിന് നല്ലൊരു സപ്പോർട്ടും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ലെവലിൽ ഡെയിലിയിൽ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് കുറേ നാളായിട്ട് കൺസോൾഡേറ്റ് ചെയ്യാണ്. ഏകദേശം മാർച്ച് മുതൽ ഈ ഒരു ലെവലിൽ തന്നെ കടന്ന് കൺസോൾഡേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവൽ ഒരു ബോക്സിലാക്കി ഒന്ന് ഇടാം. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. ഞാൻ ഒരുപാട് വരകൾ വരയ്ക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് പെട്ടികൾ വരയ്ക്കുന്നു, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ട് ആയാലാണ് നമുക്ക് എൻട്രി ഉള്ളത്. അല്ലാതെ തോന്നുന്ന പോലെ നിങ്ങൾ എൻട്രി എടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളിലേക്ക് കൺവേ ചെയ്യാനുള്ള കാര്യമെന്ന് പറയുന്നത്. സോ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. ഈ ഒരു വരുൺ ബിവറേജസിൻ്റെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ എൻട്രി എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ കറൻറ്റ്ലി വരുൺ ബിവറേജസിൽ എൻട്രി ഉണ്ടോ? ഇല്ല. ഓക്കെ, എന്നിട്ട് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലോയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ആൻഡ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിൽ എൻട്രി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി P&G ഹെൽത്ത് കെയറും കൂടി നമുക്ക് നോക്കാം. ആൻഡ് P&G ഹൈജീൻ്റെ മന്ത്ലി ചാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. കുഴപ്പമില്ല, അത്യാവശ്യം ഹയർ ഹൈ ഉണ്ടാക്കി തന്നെയാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. ദാറ്റ്സ് എ ഗുഡ് സൈൻ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ P&G ഹൈജീന് കുറച്ച് പൈസ കൂടുതലുണ്ട്. 14,000 രൂപയുടെ അടുത്ത് ഇതിന് പ്രൈസുണ്ട്. പക്ഷേ ശരിക്കും സിങ് ട്രേഡ് ചെയ്യുമ്പോൾ 14,000 രൂപ എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ തന്നെയാണ്. പക്ഷേ നമുക്ക് ക്വാണ്ടിറ്റി കുറച്ചാണ് മേടിക്കാൻ പറ്റത്തുള്ളൂ. സോ പൈസ ഉള്ളവർക്ക് മേടിക്കാട്ടോ, നോ ഇഷ്യൂ. ആൻഡ് ഡെയിലി ചാർട്ട് കൂടി ഞാൻ ഇട്ടു. ഡെയിലി ചാർട്ട് ഇടുമ്പോൾ P&G ഹൈജീൻ കുറേ നാളായിട്ട് ആ ഒരു ലെവൽ വിട്ട് പോയിട്ടേ ഇല്ല. പക്ഷെ മാക്സിമം ഹൈ എന്ന് പറയുന്നത് 19,217 വരെ വന്നിട്ടുണ്ട്. സോ പ്രത്യേകിച്ച് ഒരു സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിന്നിരുന്നത്. പക്ഷേ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കണ്ടോ, ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട്, ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുക്കുന്നതാണ്. പക്ഷേ കറൻറ്റ്ലി ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. സോ അതൊരു നെഗറ്റീവ് സൈൻ തന്നെയാണ്. പ്രത്യേകിച്ച് മാർക്കറ്റ് ഇന്ന് ജനുവരി 6 രാവിലെ പൊട്ടി 23,600 വരെ എത്തിയെന്ന് തോന്നുന്നു. സോ നമുക്ക് തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യാം. P&Gയിലും നമുക്ക് എൻട്രി ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വരുണിലില്ല, വരുൺ ബിവറേജസ് ഇല്ല, P&G ഹൈജീനിലും ഇല്ല. ഇനി അടുത്ത് ബജാജ് ഫിനാൻസ് ആണ്. ബജാജ് ഫിനാൻസിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ ഇയർലി ബ്രേക്കൗട്ടാണ്, ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. ആൻഡ് മന്ത്ലി നോക്കുമ്പോഴും കുഴപ്പമില്ലാത്തൊരു ചാർട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഡെയിലി നോക്കിയിട്ടാണ് നമ്മൾ എൻട്രി കൺഫേം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ കുറേ ലൈൻസ് വരച്ചിട്ടിട്ടുണ്ട്. സപ്പോർട്ട് റെസിസ്റ്റൻസുകളാണ്. ബട്ട് ഇതിനു മുമ്പ് ഈ റെസിസ്റ്റൻസ് വൺസ് ബ്രേക്ക് ചെയ്ത് ഫേക്ക് ബ്രേക്കൗട്ട് ആയിരുന്നു. മാർക്കറ്റ് തിരിച്ചിങ്ങടേക്ക് തന്നെ വന്നു. ആൻഡ് വീണ്ടും ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് ഇവിടെ അത്യാവശ്യം നല്ല അടിപൊളി വോളിയം എടുത്തുകൊണ്ട് മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബജാജ് ഫിനാൻസിൽ എൻട്രി പോവാം. ആൻഡ് ഈ ഒരു
സ്വിംഗ് ലോ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ബജാജ് ഫിനാൻസിൽ എൻട്രി അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നേ ഉള്ളൂ. ആൻഡ് ഇന്നത്തെ മാർക്കറ്റ് ഡൗൺ സൈഡ് ആണെങ്കിൽ പോലും ബജാജ് ഫിനാൻസ് ഇന്ന് പോസിറ്റീവാണ്. സോ നല്ല വോളിയം ബജാജ് ഫിനാൻസിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബജാജ് ഫിനാൻസിൽ ഇന്ന് എൻട്രി എടുക്കാം എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും എൻട്രി ആയിട്ടില്ല എങ്കിൽ കൂടി നമുക്ക് ഒരു എൻട്രി എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതുകൊണ്ട് ഞാൻ ബജാജ് ഫിനാൻസ് സെലക്ട് ചെയ്യാണ്. സോ ഞാൻ പ്രോപ്പർലി ഇതിൻ്റെ ലോയിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊരു 30,000 രൂപയ്ക്കാണ് ബജാജ് ഫിനാൻസിൽ എൻട്രി എടുക്കുന്നത്. എനിക്കറിയാം 7,000 രൂപയുടെ സ്റ്റോക്കാണ്, വളരെ ചെറിയ എൻട്രീസ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ വേറെ എൻട്രി ഒന്നും എടുക്കാനുള്ള സ്റ്റോക്കുകളില്ല. ഇപ്പോൾ വരുൺ ബിവറേജസ് നമുക്ക് 600 രൂപയുടെ അടുത്തേ ഉള്ളൂ. പക്ഷേ അതിൽ എൻട്രി ഇല്ല, അല്ലെങ്കിൽ ഞാൻ അതെടുത്ത് കാണിച്ചു തന്നേനെ കുറച്ചും കൂടി ചെറിയ സ്റ്റോക്ക്. പക്ഷേ നമുക്ക് അതിൽ എൻട്രി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബജാജ് ഫിനാൻസ് തന്നെ എൻട്രി എടുക്കാം. 30,000 രൂപയ്ക്ക് ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു 10,000 റുപ്പീസിന് വാങ്ങിക്കുക എന്നുള്ളതാണ്. സോ 10,000 റുപ്പീസിന് കിട്ടത്തില്ല. അപ്പോൾ ഒരു 2 ക്വാണ്ടിറ്റി ബജാജ് ഫിനാൻസ് നമുക്ക് ഇന്നത് വാങ്ങിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ ഫസ്റ്റ് സ്റ്റോക്കിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. സെറോദയിൽ കാണിച്ചാൽ ഒരുപാട് പേര് പറഞ്ഞു സെറോദയിൽ ഞാൻ കാണിച്ചു തരാം. പക്ഷേ സെറോദയിൽ എനിക്ക് ബാലൻസ് ഇപ്പോൾ കിടക്കുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം പേ ഔട്ട് വന്നു. ഫസ്റ്റ് സ്റ്റോക്കിൽ ഞാനിപ്പോൾ മോർണിംഗ് തന്നെ ഇത് ആഡ് ചെയ്തു കുറച്ച് പൈസ. പക്ഷേ ഫസ്റ്റ് സ്റ്റോക്കിൽ സെറോദയിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ബജാജ് ഫിനാൻസിൽ എൻട്രി എടുക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്നുണ്ട്. ദെൻ ഫസ്റ്റ് സ്റ്റോക്ക് നമുക്ക് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വാച്ച് ലിസ്റ്റിൽ ബജാജ് ഫിനാൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും ബജാജ് ഫിനാൻസ് എന്നല്ല BAJ ബാജ് ഫിനാൻസ് അത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ അടിച്ചപ്പോൾ ബജാജ് ഫിനാൻസ് വന്നില്ല. ഓക്കെ, അപ്പോൾ ബജാജ് ഫിനാൻസ് ഇക്വിറ്റി ഞാനിവിടെ NSEയിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. എപ്പോഴും ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബജാജ് എന്നില്ല BAJ ഫിനാൻസ് എന്നേ ഉള്ളൂ. അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ നമുക്കിത് ബൈ ചെയ്യാം. ഞാൻ പറഞ്ഞു നമുക്ക് 10,000 റുപ്പീസിന് ബൈ ചെയ്യുമ്പോൾ ഒരു ക്വാണ്ടിറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ 2 ക്വാണ്ടിറ്റി നമുക്ക് ബൈ ചെയ്യാം. 10,000 അല്ല ഒരു 14,000 മാർക്കറ്റ് ഓർഡറിൽ. അപ്പോൾ ഇൻട്രാഡേ ഉണ്ട്, ഡെലിവറി ഉണ്ട്. ഇപ്പോൾ ഡെലിവറി ഓർഡറിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അന്ന് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരുപാട് പേര് ചോദിച്ചു. അന്ന് ബുക്ക് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പക്ഷെ നാളെ അത് സെല്ല് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ആളുകൾക്ക് കൺഫ്യൂഷൻ, അതെന്തുകൊണ്ടാണ് ഇന്ന് സെല്ല് ചെയ്യാൻ നാളെ സെല്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് ഡെലിവറി ഓർഡറിൽ ബൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരില്ല, നാളെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൻ്റെ സമയത്തിനാണ് അവർ T+1 ഡേയ്സ് കഴിഞ്ഞാണ് ഇത് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് അത് സെല്ല് ചെയ്യുന്നതിന് കുഴപ്പമില്ല. കാരണം ഇന്ന് അത് ഇൻട്രാഡേ എന്നുള്ള രീതിയിൽ തന്നെ അത് സെല്ലായി പൊക്കോളും, നമ്മൾ ഇൻട്രാഡേ സെലക്ട് ചെയ്തില്ലെങ്കിലും. പക്ഷേ ആ ഒരു പ്രോസസ്സ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ടൈം എടുക്കുന്നത്. പക്ഷേ ഈ ഒരു ടൈമിലാകെ ഇപ്പോൾ പല ബ്രോക്കറിലും ഇല്ല. പക്ഷെ ഇതിലൊക്കെ ഇപ്പോഴും ഇത് സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. സെറോദയിൽ ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് മാറി വരും. അപ്പോൾ അതുകൊണ്ടാണ് നാളെ സെല്ല് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ക്ലിയർ ആയി തന്നെ വിചാരിക്കുകയാണ്. ഇന്ന് ഡെലിവറിയിൽ എടുത്താലും ഇന്ന് തന്നെ സെല്ല് ചെയ്യാം. പക്ഷെ നാളെ ആയിക്കഴിഞ്ഞാൽ നാളെ സെല്ല് ചെയ്യാൻ പറ്റില്ല. 1 ഡേ കഴിഞ്ഞാണ് അത് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഇഷ്യൂ ആണ്. നമുക്ക് സ്റ്റോക്ക് അലോട്ടായി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാനെടുക്കുന്ന ആ ഒരു സമയത്തിനെയാണ് നമ്മൾ ആ ഒരു 1 ഡേ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ക്വാണ്ടിറ്റി ഡെലിവറി ഓർഡറിൽ മാർക്കറ്റ് ഓർഡർ കൊടുത്തിട്ട് ഞാനിവിടെ ബൈ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഓൾറെഡി ഇത് ബൈ ആയി. 2 ക്വാണ്ടിറ്റി ഡെലിവറി ഓർഡറിൽ 7,526 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. എൻ്റെ പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് P&L നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ രണ്ടാമത് നമ്മുടെ ഹോൾഡിങ്സിലേക്ക് പോവും എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത എല്ലാവരും ഡൗട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ബജാജ് ഫിനാൻസിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അതായത് 6,817 രൂപയിലാണ് താഴെ പോയാലാണ് നമ്മുടെ SL. അപ്പോൾ SL വെക്കാനായിട്ട് നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് എക്സിറ്റ് ഓപ്ഷനിൽ കൊടുത്ത് SL വെക്കാം. പക്ഷേ എന്താണ് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റോക്ക് സെല്ല് ചെയ്യണമെങ്കിൽ നമ്മൾ TPIN ജനറേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. TPIN ജനറേറ്റ് ചെയ്ത് സെല്ല് ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് ചെറിയൊരു പ്രോസസ്സ് ഉണ്ട്. പക്ഷെ അതൊട്ടും സേഫ് അല്ല. നിങ്ങൾ TPIN ജനറേറ്റ് ചെയ്തിട്ട് തന്നെ സെല്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അല്ലെങ്കിൽ നിങ്ങളിതൊക്കെ ഓപ്പൺ ആക്കി വെച്ച് എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറിയിട്ട് പലർക്കും പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു കൺഫർമേഷൻ ഉണ്ടാവില്ല. അപ്പോൾ TPIN ജനറേറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി സേഫാണ്. അപ്പോൾ മറ്റേ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ച് അത് സ്റ്റോപ്പ് ലോസ് ആകുമ്പോൾ അത് അടിച്ച് എൻ്റെ ഇത് എക്സിറ്റായി പൊക്കോളും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതങ്ങനെ എക്സിറ്റായി പോകത്തില്ല. അപ്പോൾ സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്നവർക്ക് കുറച്ച് അലേർട്ടായിട്ട് തന്നെ ഇരിക്കണം. ആ ഒരു സമയത്ത് നമുക്ക് ഇത് എക്സിറ്റ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ GTT ഓർഡർ ഇട്ട് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് സ്റ്റോപ്പ് ലോസ് എത്തുന്ന സമയത്ത് നമ്മളിത് സെല്ല് ചെയ്യണം. ഇനി നമുക്ക് എപ്പോഴും നോക്കിയിരിക്കാൻ പറ്റില്ല സ്വിംഗ് ട്രേഡേഴ്സിന്. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വരുന്ന അല്ലെങ്കിൽ നമുക്കൊരു അലേർട്ട് എന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് ട്രേഡിംഗ് വ്യൂവിൽ തന്നെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ബജാജ് ഫിനാൻസിൽ ആഡ് അലേർട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിതിൽ മെയിൽ വരും, അല്ലെങ്കിൽ നമുക്കൊരു ബീപ്പ് സൗണ്ടൊക്കെ നമുക്കതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അലേർട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് എത്താറായി എന്നുള്ളൊരു
മൈൻഡ് സെറ്റിൽ നമുക്ക് ഇരിക്കാവുന്നതാണ്. ആൻഡ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് GTT ഓർഡർ ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. GTT ഓർഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് അലേർട്ട് മാത്രമാണ് ആവുന്നുള്ളൂ. GTTയിൽ അത് സെല്ലാവില്ല, നമ്മൾ ടീപ്പിൻ ജനറേറ്റ് ചെയ്ത് തന്നെ സെല്ല് ചെയ്യണം. പക്ഷേ GTT ഓർഡർ ഇട്ട് വെക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ക്രിയേറ്റ് GTT എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതിൽ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്, കണ്ടീഷൻ, വാല്യൂ, അതായത് LTP നമുക്ക് ലെസ് ദാൻ, അതായത് ലാസ്റ്റ് ട്രേഡർ പ്രൈസ് 6900 താഴെ പോകുമ്പോൾ നമ്മൾ അലേർട്ട് ചെയ്യിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ വാല്യൂ 6900 ലിമിറ്റ് ഇട്ട് GTT ക്രിയേറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ GTT ഈസ് ക്രിയേറ്റഡ് എന്ന് കാണും. അപ്പോൾ നമുക്കിവിടെ GTTയിൽ ഇവിടെ ആ ഒരു GTT ഓർഡർ ക്രിയേറ്റ് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോഴും നമുക്ക് മെയിൽ ത്രൂ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അത് നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അല്ലാതെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കുന്നത് കുറച്ച് റിസ്ക്കിയാണ്. ഇതുപോലെ നമുക്ക് GTT ഓർഡർ ക്രിയേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. യെസ്, അപ്പോൾ ബജാജ് ഫിനാൻസിൽ നമ്മൾ ഓൾറെഡി എൻട്രി കണ്ടു ഫസ്റ്റ് സ്റ്റോക്കിൽ. ഇനി നമുക്ക് സെറോദയിൽ എങ്ങനെയാണെന്ന് കൂടി നോക്കാം. യെസ്, സെറോദ എല്ലാവരുടെയും കയ്യിലുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ സെറോദയിലും കൂടി ഇത് കാണിക്കുന്നത്. സെറോദയിലും ഞാൻ വാച്ച് ലിസ്റ്റിൽ ബജാജ് ഫിനാൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ബൈ കൊടുക്കുക. ബൈ കൊടുക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് ഓർഡർ, അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ടാണ് സെറോദ ഇങ്ങനൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ റെഗുലറിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം സെയിം തന്നെയാവും. ആൻഡ് ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ 2 ക്വാണ്ടിറ്റി കണ്ട് ഇൻട്രാഡേ, ലോങ് ടൈം, മാർക്കറ്റ് ഓർഡർ ചെറിയൊരു ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ. അതിന് എല്ലാവരും കൂടി ഇത്ര കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു ചേഞ്ച്. ക്യുക്ക് വേണ്ട, നമ്മൾ റെഗുലർ കൊടുക്കുക ആൻഡ് ബൈ കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ സെറോദയിൽ ഫണ്ട് ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് ബൈ ആവില്ല. സെയിം ഫസ്റ്റ് സ്റ്റോക്ക് കാണിച്ച പോലെ തന്നെയാണ്. ഇതിൽ നമുക്ക് GTT ഓർഡർ വെക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതുപോലെയാണ് സെറോദയിൽ ബൈ ചെയ്യുന്നത്. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇത് വെച്ച് നിങ്ങൾക്ക് ബജാജ് ഫിനാൻസിൽ എൻട്രി എടുക്കാം. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞ പോലെ ടീം ജനറേറ്റ് ചെയ്തതിന് സെല്ല് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇങ്ങനെയാണ് സെറോദയിൽ എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ ചെറുതായിട്ട് സ്വിംഗ് ട്രേഡിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന പോലെയാണ് നമ്മൾ ബജാജ് ഫിനാൻസ് ചെയ്തത്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ എല്ലാ സ്റ്റോക്കും ലോയിലാണ്, ബ്രേക്ക്ഔട്ട്സുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ കാര്യമായിട്ട് സ്വിംഗ് എൻട്രീസ് പോകാൻ പറ്റില്ല. പിന്നെ ലാർജ് ക്യാപ് ഫണ്ടിലൊക്കെ ലോങ് ടൈമിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിടാം എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം VBL ആയാലും PGH ആയാലും ഒക്കെ ആ ഒരു ബ്രേക്ക്ഔട്ട് തന്നാൽ മാത്രമാണ് നമുക്ക് അതിൽ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നല്ല സ്റ്റോക്കുകളാണ്. ബ്രേക്ക്ഔട്ടിന് മുമ്പ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയും താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പാനിക്കാവും. അതുകൊണ്ടാണ് VBL ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ക്ഷമ നിങ്ങൾ കാണിക്കാനായിട്ട് ശ്രമിക്കുക. സ്വിംഗ് ട്രേഡിംഗ് സീരീസിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.